ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് സജൂസ് ഫാമിലി ഫുഡ്സ്. ഇന്ന് നമ്മളൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. കടലപ്പുട്ടാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഒരുവിധം എല്ലാവർക്കും അറിയുണ്ടാവും എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത്, പക്ഷേ ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് ഞാനിവിടെ കാണിക്കുന്നത്. ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നത് അരി വറുത്തെടുക്കുകയാണ്. അതിനായിട്ട് ചട്ടി അടുപ്പിൽ വെച്ചിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഈ അരി ഞാൻ നല്ലോണം കഴുകിയിട്ട് ഡ്രൈ ആക്കി എടുത്തതാണ്. ഇത് നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഫസ്റ്റ് നമ്മൾ ചട്ടി നല്ലോണം ചൂടാക്കിയിട്ട് പിന്നെ ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് നല്ലോണം ഒന്ന് വറുത്തെടുക്കുക. ഫ്ലെയിം കൂട്ടിയിട്ടുണ്ടെങ്കിൽ അത് കരിഞ്ഞു പോവും. അതിന് വേണ്ടിയിട്ട് നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം വറുത്തെടുക്കാനായിട്ട്. ഇപ്പോൾ അരി വറുത്ത് റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാവണം. ഇനി നമുക്ക് കടല ഒന്ന് വറുത്തെടുക്കണം. അടുത്തതായിട്ട് നമ്മൾ കടല വറുത്തെടുക്കണം. അതിനായിട്ട് ഞാൻ ചട്ടിയിൽ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. കടലയും ഇതേപോലത്തെ നമ്മൾ കഴുകിയിട്ട് ഡ്രൈ ആക്കി എടുത്തതാണ്. ഉപ്പിട്ടിട്ട് വറുത്തെടുക്കുമ്പോൾ പെട്ടെന്ന് വറന്ന് കിട്ടും. ഇനി ഉപ്പില്ലാതെ വേണമെങ്കിൽ നമുക്ക് വറുത്തെടുക്കാം, അതിന് കുഴപ്പമൊന്നുമില്ല, ടൈം എടുക്കുന്നുള്ളൂ. കടലയും വറുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാതും കൂടെ ഒന്ന് പൊടിച്ചെടുക്കണം. നമ്മൾ 1/2 കിലോ ആണ് കടല എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് എത്ര മധുരം വേണ്ടതെന്നുണ്ടെങ്കിൽ ഓരോരുത്തർക്ക് മധുരം ഇഷ്ടമുള്ളവരും ഇഷ്ടമില്ലാത്തവരൊക്കെ ഉണ്ടാവും. അതിനനുസരിച്ച് ശർക്കര ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഉണക്കത്തേങ്ങ വേണം. പിന്നെ ഈ കടലയും അരിയും ഇട്ടിട്ട് നമുക്ക് മിക്സിയിൽ പൊടിക്കുന്ന ജാറിലിട്ടിട്ട് നല്ലോണം ഒന്ന് പൊടിച്ച് മിക്സ് ആക്കിയെടുക്കുക. ഒന്നിച്ചിട്ട് പൊടിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അരി ആദ്യം ഒന്ന് പൊടിച്ചെടുത്തിട്ട് പിന്നെ കടലയും ശർക്കരയും തേങ്ങയും കൂടെ ഇട്ടിട്ട് ഒന്നിച്ച് പൊടിച്ചെടുത്താൽ മതി. എൻ്റേത് നല്ലോണം പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതിനി നമുക്ക് ബോൾ ഷേപ്പ് ആക്കണം. അപ്പോഴാണ് കാണാനൊരു ഭംഗി ഉണ്ടാവുള്ളൂ. ബോളാക്കിയിട്ട് ഉരുട്ടിയെടുക്കുക. അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് അയക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.